LKG പഠിച്ചിറങ്ങുമ്പോഴേക്കോ 1,25,000 ഫീസാ. സന്ധ്യ ഇത് വിദ്യാഭ്യാസമാണോ ബിസിനസ്സാ? നല്ല സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ ഇത്രയൊക്കെ ഫീസ് വേണ്ടി വരും. ഇതിനേക്കാളും ഫീസ് വാങ്ങിക്കുന്ന എത്ര സ്കൂൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയോ? അവിടേക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളെ വിട്ട് പഠിപ്പിക്കണത്. അവിടെ നിന്ന് ചേട്ടാ ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ചേട്ടാ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കല്ലേ. എൻ്റെ സന്ധ്യ ഈ ലോൺ EMI പറഞ്ഞിട്ടേ ഒരു മാസം എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വർഷത്തിൽ 1.5 ലക്ഷം ഫീസ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്നെ കൊണ്ട് താങ്ങില്ല. ഇതിപ്പോൾ അഡ്മിഷൻ എടുക്കണ്ടല്ലേ ഇത്രയും പൈസ. ഇനിയിപ്പോൾ 10ാം ക്ലാസ് വരെ വേറെ അഡ്മിഷനൊന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ പൈസ ഇത്രയൊന്നും ആവില്ല കേട്ടോ. അഡ്മിഷൻ അല്ലെങ്കിൽ മാസം മാസം വേറെ ഫീസ് അടയ്ക്കണ്ടേ? ഇപ്പം ബുക്ക് ഷൂ എക്സാം ഫീസ് പറഞ്ഞിട്ട് അതും കുറേ ഉണ്ടാവും. എടാ എന്തായാലും ഒരു വർഷത്തിൽ 60,000 അടയ്ക്കണ്ടേ? ആ ഏകദേശം 60,000 ഒക്കെ മതിയാവും. ഇവിടെ ഓരോ ദിവസം എങ്ങനെയാ ചെലവ് കുറയ്ക്കുന്ന ആലോചിക്കുക. ഇതിപ്പോൾ ആ പൊടി കുഞ്ഞിനൊരു വർഷം ഇത്ര പൈസ അടയ്ക്കുക പറഞ്ഞാലേ അവൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി എത്ര കൊല്ലം പഠിക്കണോ? അല്ല ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞും കൂടി ആയാലോ? ഈ സാധാരണക്കാർക്ക് എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക? മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക പറഞ്ഞാൽ അത് അച്ഛനമ്മൻ്റെയും കടമയല്ലേ. അതിനിങ്ങനെ പറയാൻ നിൽക്കണ മോശമല്ലേ വിനോദേട്ടാ? എന്ത് മോശം സന്ധ്യയെ? എടാ അല്ലെങ്കിൽ ഇത്രയും ഫീസൊന്നും കൊടുത്തിട്ട് എനിക്ക് കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റില്ല. നമുക്കും ജീവിക്കണ്ടേ? ഈ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് എനിക്ക് ഈ പ്രാരാബ്ദം. പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കണം, വീടുണ്ടാക്കണം, അച്ഛനമ്മേനെ നോക്കണം എന്നിട്ട് എടാ ഇത്രയും കാലത്തിനിടയ്ക്ക് നല്ലൊരു വില കൂടിയ പാൻറ് ഷർട്ടും ഞാൻ എടുത്തിട്ടില്ല. ഈ കല്യാണം കഴിച്ച് ഈ അടുത്താണ് ഒന്ന് സെറ്റായത്. ഇപ്പോഴാണ് ഈ ആഴ്ചയ്ക്ക് ഒരു സിനിമ 2 മാസം കൂടുമ്പോൾ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ജീവിതം ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ഇത്രയും വലിയൊരു പ്രാരാബ്ദം നീ എൻ്റെ തലയിൽ കൊണ്ട് ഇടല്ലേ? എടാ ജീവിതകാലം മുഴുവൻ പിന്നെ എനിക്ക് ഇതിൻ്റെ ബാക്കിൽ നടക്കേണ്ടി വരില്ലേ? നോക്ക് വിനോദേട്ടാ, നമ്മൾ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവൻ്റെ ജോലിയാക്കി കഴിഞ്ഞാലേ പിന്നെ അവൻ നമ്മളെ നോക്കില്ലേ. നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. നമ്മുടെ കുഞ്ഞിന് 4.5 വയസ്സായിട്ടുള്ളൂ. ഞാൻ അവൻ്റെ പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ട് നമ്മളൊക്കെ നീ മണ്ടത്തരം പറയാനല്ലോ സന്ധ്യ. അല്ലെങ്കിൽ ഈ മക്കളുടെ ചിലവിൽ ജീവിക്കേണ്ട ഗതികേട് വരണ്ടാവാനായിട്ടാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ അത്രയും കൊല്ലം നമ്മളൊക്കെ ജീവനോടെ ഉണ്ടാകുന്ന എന്ത് ഉറപ്പാണുള്ളത്? എടാ ഉള്ള കാലത്ത് സന്തോഷത്തോടെ ജീവിക്കുക. എടോ നമ്മുടെ അടുത്ത് തന്നെയല്ലേ ഗവൺമെൻറ് സ്കൂള്? അതാകുമ്പോൾ ട്രാവൽ എക്സ്പെൻസും ഇല്ല, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഇതൊന്ന് ആലോചിക്കേ. പിന്നെ എൻ്റെ മോനെ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാനാ? നടന്ന പോലെ തന്നെ. അല്ല എന്താ ഗവൺമെൻറ് സ്കൂളിൽ നീ കുറ്റം പറയുന്നേ? നീയും ഞാനൊക്കെ അതേ ഗവൺമെൻറ് സ്കൂളിലല്ലേ പഠിച്ചു വന്നത്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടി നീ പറയുന്ന സ്കൂളിൽ 1.5 ലക്ഷം ഫീസ് കൊടുക്കണം. ഇവിടെ 1 രൂപ കൊടുക്കണ. ഉച്ചഭക്ഷണം ഫ്രീ, പാല്, മുട്ട, പഴം, ബുക്ക് ഫ്രീ, യൂണിഫോം ഫ്രീ. ചില സ്കൂളിലെ യൂണിഫോം അടിക്കാനുള്ള പൈസ പോലും കൊടുക്കുന്നുണ്ട്. അല്ല സന്ധ്യ ഇത്രയും സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു തന്നിട്ടും ആ ലക്ഷങ്ങൾ ഫീസ് കൊടുക്കുന്ന സ്കൂളിൻ്റെ മുന്നിലാണ് ഈ മാതാപിതാക്കൾ പോയിട്ട് വരി നിൽക്കുന്നത്. ഇത് സന്ധ്യ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. ആഹാ, എന്നിട്ട് ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇംഗ്ലീഷിലാണോ സംസാരിക്കുന്നത്? എൻ്റെ ഏട്ടാ ഞാൻ പറഞ്ഞ സ്കൂളിൽ വിട്ടാലേ നമ്മുടെ കുഞ്ഞ് മണി പോലെ ഇംഗ്ലീഷ് സംസാരിക്കും. സന്ധ്യ ഇത് കേരളം അല്ലേ? എടാ കുട്ടികൾ കുറച്ച് മലയാളത്തിൽ സംസാരിക്കട്ടെ. ഒന്നില്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയല്ലേ അത്? ഈ മലയാളം പഠിച്ചിട്ട് എന്തിനാ നമ്മുടെ നാട്ടിൽ പെട്ടിക്കടയ്ക്ക് പോലും ഇപ്പോൾ ഇംഗ്ലീഷിലാണ് പേരിട്ടിരിക്കുന്നത്. അല്ലെങ്കിലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലേ ഇംഗ്ലീഷിലല്ലാണ്ട് മലയാളത്തിൽ ഫോം ഫില്ല് ചെയ്യലുണ്ടാ? എന്നിട്ട് അപ്പം പഴയ പോലെ ഒന്നല്ല, എല്ലാവർക്കും ഇംഗ്ലീഷ് മതി. ഇംഗ്ലീഷ് പറയുന്നവർക്ക് നാട്ടിൽ കുറച്ച് വില ഉണ്ടാവുള്ളൂ. ഈ കേരളത്തിലല്ലേ മലയാളം പഠിച്ച ജോലി കിട്ടുള്ളൂ. ഈ ശമ്പളം കൊണ്ട് നമ്മൾ എന്താക്കും പറഞ്ഞിട്ടാ? കുഞ്ഞ് ഈ സ്കൂളിലൊക്കെ പോയി ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് കഴിഞ്ഞാലേ UK-ലോ കാനഡയിലൊക്കെ വന്ന് നല്ല ജോലി കിട്ടും. അവിടേക്ക് ലക്ഷങ്ങളെ ശമ്പളം. എന്നാ പിന്നെ അവൻ്റെ ജീവിതം സെറ്റായല്ലോ. വേറെ നാട്ടിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. വല്ലാത്ത സിസ്റ്റം തന്നെ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? അതിന് സ്വന്തം നാട്ടിൽ ഒന്നുമില്ല ഏട്ടാ. പൈസ ഉണ്ടാക്കണമെങ്കിലേ കടൽ കടക്കണം. എടാ ഈ യൂറോപ്പും UK-യും ഗൾഫ് കൺട്രി എന്നൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ്. അവിടെ ജോലി ചെയ്യുന്നവരോട് ചോദിക്കണം അവിടുത്തെ കഷ്ടപ്പാടെന്താണ്. എടാ ജനിച്ച നാടിനെക്കാളും സ്വർഗമായിട്ടേ ഈ ലോകത്ത് വേറൊരു സ്ഥലമില്ല. നമുക്കിവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ബൈക്ക് എടുത്തു പോവാ, കാർ എടുത്തു പോവാ, ലൈൻ ബസ് പിടിച്ചു പോവാ. അത്ര സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലടോ. നല്ല ചികിത്സ പോലും അവിടെ കിട്ടില്ല. സംഭവം നല്ല ശമ്പളം ജോലിയൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ അത് നമ്മുടെ നാട്ടിലാ പറ്റുള്ളൂ. എടാ ഇവിടെ മഴയ്ക്ക് മഴ, വെയിലിന് വെയിൽ, പുഴ, കാട്, കടൽ. എടാ വിദേശത്തുള്ളവരൊക്കെ നമ്മുടെ നാട് കാണാനാണ് വരുന്നത്. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ഈ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും പോയിട്ട് കുറച്ച് സ്വറ വർത്താനൊക്കെ പറഞ്ഞ് കല്യാണവും വീട്ടിൽ കൂടുതലും ഉത്സവവും പെരുന്നാളും ക്രിസ്മസൊക്കെ ആയിട്ട് നമ്മുടെ നാടല്ലേ മോളെ സ്വർഗം. അതും കളഞ്ഞ് വേറെ സ്ഥലത്തേക്ക് മക്കളെ അയക്കണോ? നിങ്ങളുടെ ഈ നാടൻ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല അല്ലേ? നിങ്ങളടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ഏരിയയിലുള്ള എല്ലാവരും ആ സ്കൂളിലാണ് വിട്ട് പഠിപ്പിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ മോനെ അവിടെ വിടുള്ളൂ.
അല്ലെങ്കിലേ നമ്മുടെ സ്റ്റാറ്റസിന് കുറവാത്. നീ പിടിച്ച പിടിയാലും നിൽക്കല്ലേ, കുറച്ച് താഴ്ത്തു വാ, താഴ്ന്ന് ചിന്തിക്ക്. താഴ്ന്നിട്ടല്ല, എപ്പോഴും ഉയർന്നിട്ടാ ചിന്തിക്കാൻ നോക്കേണ്ടത്. നിങ്ങളെ അതൊന്നും പറഞ്ഞു നിൽക്കാണ്ട് വേഗം പോയി പഠിക്കാൻ നോക്ക്. പഠിക്കാനാ? ഈ പ്രായത്തിൽ ഞാൻ എന്തിനാ പഠിക്കുന്നത്? കുഞ്ഞല്ലേ സ്കൂളിൽ പോന്ന്. അവൻ സ്കൂളിൽ പോകണമെന്നിട്ട് ആദ്യം നമ്മൾ പാരൻസിന് ഇൻ്റർവ്യൂ ഉണ്ടാകും. അത് നമ്മൾ വിജയിച്ചാൽ മാത്രമേ അവനവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. പിന്നെ അവർ ഇംഗ്ലീഷിൽ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മലയാളത്തിൽ കൊണാന്ന് പറയാൻ നിൽക്കല്ലേ, ഓൺലി ഇംഗ്ലീഷ്. അല്ലടോ, എനിക്കങ്ങനെ ഇംഗ്ലീഷ് അല്ലെങ്കിലും നമ്മൾ എന്തിനാ ഇൻ്റർവ്യൂ ചെയ്യുന്നത്? കുഞ്ഞല്ലേ പഠിക്കുന്നത്. അവൻ ആ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിലേ നമുക്ക് അതിനുള്ള വകുപ്പുണ്ടാന്ന് കൂടി നോക്കണ്ടേ. അതുകൊണ്ട് നിങ്ങളുടെ ജോലി എന്താണ്, ശമ്പളം എത്രയാണ്, വലിയ വീടാണോ, കാറുണ്ടോ എന്നിട്ടേ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് അവർ കുത്തി കുത്തി ചോദിക്കും. ഞാൻ കുറേ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. വേഗം പോയി പഠിക്കാൻ നോക്ക്. ഈ ആശ്രീ പറഞ്ഞത് എത്ര ശരിയാ? ഈ കൊച്ചു കാലത്ത് എന്തൊക്കെയാ സംഭവിക്കുന്നേ? എനിക്കറിയില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇംഗ്ലീഷിൽ മാത്രം സംസാരിച്ചാൽ മതി എന്ന്. ഇപ്പം എല്ലാവരുടെയും മുന്നിൽ എന്നെയും കുഞ്ഞിനെ നാണം കടത്തിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമല്ലേ? എന്തിനായിട്ടാ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്? എന്താ സന്ധ്യ നീ ഇങ്ങനെ പറയുന്നത്? അവർ ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞതല്ലേ. എന്ത് മറുപടി പറഞ്ഞു എന്ന്? നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഓയിൽ ഫീൽഡ് LP സ്കൂളിലോ? അവിടെ എല്ലാവരും ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ അവിടെ വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. ഞാൻ പഠിച്ച സ്കൂൾ ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഇനി മാറ്റി പറയണതൊക്കെ. അല്ല, നീയല്ലേ പറഞ്ഞത് ഒരു വാക്ക് പോലും മലയാളത്തിൽ പറയണം, ഇംഗ്ലീഷിൽ പറയണമെന്ന്. ഞാൻ പഠിച്ചത് എണ്ണപ്പാട് UP സ്കൂളാണ്. എണ്ണപ്പാടത്തിൻ്റെ ഇംഗ്ലീഷ് ഓയിൽ ഫീൽഡ് അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞോളൂ. അതിലെന്താ തെറ്റ്? നമ്മുടെ ഒരു എണ്ണപ്പാടം. നമ്മൾ ഈ ഇന്റർവ്യൂവിൽ പാസ്സായാലേ കുഞ്ഞിനെ നാളെ അവർ വിളിക്കുള്ളൂ. അതെ, അനിയന് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവനോട് പറഞ്ഞിട്ടേ നമുക്ക് MLA പിഷാരൻ്റെ അടുത്തുനിന്ന് വിളിക്കാൻ പറഞ്ഞാലോ? ഈ പൊടിക്കുഞ്ഞിനെ LKG ചേർത്താൻ വേണ്ടിയിട്ട് MLA ഒക്കെ റെക്കമെൻഡ് ചെയ്യണോ? സന്ധ്യ പഠിക്കാൻ തന്നെയല്ലേ ഇവിടുന്ന്? നിങ്ങൾ എന്താ പറഞ്ഞത്? ഗവൺമെൻറ് സ്കൂളിൽ എല്ലാം ഫ്രീ ആണ്, അവിടെ നല്ല വിദ്യാഭ്യാസം കാണുന്നില്ലേ? എന്നിട്ട് ഇത്രയും ഫീസ് കൊടുത്തിട്ട് എത്ര രക്ഷിതാക്കളാ കുട്ടികളെ സ്കൂളിൽ ചേർത്താൻ വേണ്ടി അവിടെ നിൽക്കുന്നത്? ഒരു MBBS സീറ്റ് കിട്ടുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ LKGയിൽ സീറ്റ് കിട്ടുക പറയണത്. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനെ ആ സ്കൂളിൽ തന്നെ ഒന്ന് കിട്ടണേ. എത്ര തേങ്ങ വേണമെങ്കിൽ ഞാൻ ഓടിക്കാം. അതാ ഞാനും ഇങ്ങനെ ചിന്തിക്കുന്നേ. അല്ല, നമുക്ക് ഈ പണിയൊക്കെ വിട്ടിട്ടേ വല്ല സ്കൂളും തുടങ്ങിയാലോ? അതാട്ടോ നല്ല ബിസിനസ്. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. ഞാൻ ഒന്ന് അനിയനെ വിളിച്ചു നോക്കട്ടെ, ഇനി അതേ വഴിയുള്ളൂ. കുഞ്ഞുമോനെ, അമ്മ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? കുഞ്ഞിക്ക് ഒന്നും മനസ്സിലാകണില്ല. അച്ഛനും ഒന്നും മനസ്സിലാവില്ല. നീ ഏതൊക്കെയോ സ്കൂളിൽ വിട്ട് എന്തൊക്കെയോ ആക്കാൻ പോവാ മമ്മി. കുഞ്ഞുമോനെ, കളിക്കാൻ അത്രയും കളിച്ചോട്ടോ. ആ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കളിയില്ല, ചിരിയില്ല, ഒന്നും ഉണ്ടാവില്ല. ഫുൾ ടൈം പഠിത്തം മാത്രം. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രം പറയുന്ന റോബോട്ടായി മാറുന്നു. എന്നെ ആലോചിക്കുമ്പോൾ സങ്കടം വന്നു ന്യൂസേ. കളിച്ചോ. ഇതെന്താ വന്നിട്ട് കിടക്കണത്? സമയം 4:30ആയി, ട്യൂഷന് പോണ്ടേ? മമ്മി നോക്ക്, സ്കൂളിൽ ഇത്രയാ പഠിപ്പിച്ചു തരുന്നേ. കുഞ്ഞിന്റെ തല പൊട്ടി. ഇനിയും ട്യൂഷനിക്ക് പോവാനാ? പോണം. ആ ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ, എല്ലാ വിഷയത്തിനും ട്യൂഷൻ വേണം. എല്ലാ വിഷയത്തിനും ട്യൂഷൻ അയക്കാനാണോ ലക്ഷങ്ങൾ കിട്ടി ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത്? എന്നാ പിന്നെ നേരെ ട്യൂഷൻ പോയ പോരെ? എന്താ സന്ധ്യ ഇത് എന്തു സ്കൂളാ? ആ ക്ലാസ്സിൽ എത്ര കുട്ടികളാ? അവർക്ക് എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുമോ? അപ്പൊ ഇന്നത് ചെയ്യാൻ വേണ്ടി അവർ അയക്കും, ബാക്കിയൊക്കെ പറഞ്ഞും ചെയ്തും കൊടുക്കണം നമ്മളാ. ഇത് നോക്ക്, ഈ ബാഗ് മുഴുവൻ ബുക്കുകളാ. ഇതൊക്കെ ഇന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും. നിങ്ങളൊരു കാര്യം ചെയ്യും, ട്യൂഷന് വേണ്ട, എല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ഇതെന്താ അരിയും ചാക്കോ? ഒരു LKG കുട്ടിന്റെ ബുക്ക് അത്? എടോ, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അതിന്റെ ബാക്കിൽ തന്നെ ഇരിക്കണ്ടേ? അതിന് തന്നെയാ ഓരോത്തിനും ഓരോ ട്യൂഷൻ വെക്കണം പറയണത്. മോനെ നീ എനിക്ക് വാ, സമയമായി. എന്റെ സന്ധ്യ, അത് പൊടി കുഞ്ഞാണ്, കുറച്ച് റെസ്റ്റ് ഇരിക്കട്ടെ. ആ മല പോലത്തെ ബാഗും ചുമന്നിട്ട് സ്കൂളിൽ പോയി വന്നല്ലേ. ഒന്നാമത് അവിടെ വല്ലാത്ത സ്ട്രിക്റ്റാ. അത് ഒടിഞ്ഞു പോയി, കുറച്ച് റെസ്റ്റ് ഇരിക്കട്ടെ. സ്കൂൾ തുറന്ന പിന്നെ എന്നെ കുഞ്ഞിനോട് കളിക്കാൻ നീ വിട്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് മലയാളം മാത്രമല്ലേ സംസാരിക്കാൻ അറിയുള്ളൂ? നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിലേ എൻ്റെ കുഞ്ഞും ഉള്ള ഇംഗ്ലീഷൊക്കെ മറന്നു പോകും. അവിടെ ഒരു വാക്ക് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫൈൻ അടിക്കണം. കുഞ്ഞു, ഗോ ടു ദ ട്യൂഷൻ ക്ലാസ്. ഐ വിൽ ടേക്ക് ദ സ്നാക്സ്.
അച്ഛാ കുഞ്ഞിക്ക് വയ്യ. നിന്റെ അമ്മ പറയുന്നത് കേട്ട് അച്ഛൻ എന്നെ തലകറന്നു. അയ്യോ ബുക്ക് കാണുമ്പോൾ തന്നെ പേടിയാന്ന് കുഞ്ഞുസേ. നിന്റെ ജീവിതം പോയി. ആരോട് ഈ സ്കൂള് കണ്ടുപിടിച്ച് ദൈവമേ വയ്യ. കുഞ്ഞുസേ, ഞായറാഴ്ചയെങ്കിലും എനിക്ക് ലീവ് കിട്ടിയല്ലോ. ഇപ്പോഴാണ് അച്ഛനൊരു സമാധാനമായത്. ടീച്ചർ കല്യാണത്തിന് പോയിടാണു, അതാണോ ലീവ്. അടുത്ത സൺഡേ കാശുണ്ടു. അയ്യോ എൻ്റെ കുഞ്ഞൂസേ, കുഞ്ഞൂസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അച്ഛന് സങ്കടം വന്നടാ. കുഞ്ഞൂസിൻ്റെ പ്രായത്തിലേക്ക് അച്ഛൻ നിലത്ത് നിൽക്കാണ്ട് കളിക്കുകയായിരുന്നു. എന്തൊക്കെ കളി കളിക്കുന്നറിയോ? പമ്പരം കളിക്കും, ഒട്ടിയും കളിക്കും, ഗോട്ടി കളിക്കും, കോലാറമ്പ് കളിക്കും. ഓ, അതൊക്കെയായിരുന്നു കാലം. അന്നൊന്നും ഈ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ കച്ചവടമില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ ഫുള്ള് പൈസ പൈസ പൈസ. അച്ഛൻ ചെറുപ്പത്തില് മണ്ണിൽ കളിച്ചിട്ടുണ്ടോ? മണ്ണിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ കുഞ്ഞൂസേ. ഇപ്പോഴല്ലേ നിന്റെ അമ്മ ലഗൺ കുഞ്ഞിനെ പോലെ പുറത്തു വിടാണ്ട് ഉള്ളിൽ തന്നെ വളർത്തുന്നത്. എടാ, ഓടിച്ചാടി മഴയത്തും വെയിലത്തും കളിച്ചാലാണ് നമുക്ക് പ്രതിരോധ ശക്തി കിട്ടുള്ളൂ. അല്ലാണ്ട് ഈ ബദാം പിസ്ത മാത്രം കഴിച്ചത് പോരാ. പണ്ടൊക്കെ അച്ഛൻ ബദാം പിസ്തയും കഴിച്ചിട്ടാണ് ഈ സ്ട്രോങ് അല്ലല്ലോ. അതൊന്നും ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഏത് നേരം കുഞ്ഞിനെ മണ്ണിലാകേണ്ട പറഞ്ഞിട്ട് വീടിൻ്റെ അകത്ത് തന്നെ പൂട്ടി വളർത്തുക. അച്ഛൻ കളിച്ചതുപോലെ കുഞ്ഞിക്ക് മണ്ണിൽ കളിക്കാൻ പറ്റില്ല. ഈ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ കളിയും ചിരി എല്ലാം പോകും. ഏത് നേരം നോക്കിയാലും പഠിപ്പ് ഇൻജക്ട് ചെയ്യലതായാലും. അതല്ലേ അച്ഛൻ പറഞ്ഞത് ഗവൺമെൻറ് സ്കൂൾ മതിയാണ്. അവിടെയാണെങ്കിൽ അത്യാവശ്യത്തിനല്ലേ പഠിപ്പുള്ളൂ. ബാക്കി ഫുൾ ടൈം കളിച്ച് രസിച്ച്. അതിന് ഇപ്പോഴത്തെ അച്ഛനമ്മമാർക്ക് മക്കൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മാത്രം മതി, കളിയും ചിരിയൊന്നും വേണ്ടല്ലോ. മതി ഇത് എത്ര നേരം അച്ഛനും മോനും ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. നാളെ മൺഡേ ആണ്. എത്ര ഹോംവർക്ക് ചെയ്യേണ്ടെന്നറിയോ? ആ ട്യൂഷൻ ടീച്ചറാണെങ്കിൽ ലീവ് ആക്കിയിട്ട് ഇപ്പം എല്ലാം എൻ്റെ തലയ്ക്കാക്കി. ഇറങ്ങ്. ഇനി സൺഡേ അല്ല, കുഞ്ഞിക്ക് കളിക്കാൻ പറ്റില്ല അച്ഛാ. അങ്ങനെ കളിക്കാൻ വിട്ടാ ഇംഗ്ലീഷ് മാത്രം പറഞ്ഞ റോബോട്ടായി കുഞ്ഞ് മാറില്ലല്ലോ. അന്ന് സ്കൂളിൽ പോയ സമയത്ത് 99 മാർക്ക് കിട്ടിയ ഒരു കുട്ടിനെ ചെവി പിടിച്ച ഒരു അമ്മ വരുന്നുണ്ടോ? ബാക്കി 1 മാർക്ക് എവിടെ പോയി പറഞ്ഞിട്ട് പ്രിൻസിപ്പളിനോട് കംപ്ലൈൻറ്റ് ചെയ്യാൻ എന്താ? ഇത്രയും ബുദ്ധിയുള്ളൂ ഇപ്പോഴത്തെ പാരൻസിന്. മാർക്ക് കൊണ്ട് പുഴുങ്ങി തിന്നാനാണല്ലോ. നിങ്ങൾ അതും പറഞ്ഞിരുന്നോ? കുഞ്ഞു ഇറങ്ങുവാ. കുഞ്ഞി പോയി പഠിച്ചിട്ട് വരാ. ഏട്ടാ, ഈ മാസം കുഞ്ഞിന് ഫീസ് കൊടുക്കാനായേ. ഫീസോ? അതിന് ഈ മാസം സ്കൂൾ ഫീസ് അടച്ചാണല്ലോ. ഇതൊന്നുമല്ല, എന്തോ വാർഷിക ഫീസോ കെട്ടിട ഫീസോ എന്തോ ആധാർ പറഞ്ഞിട്ട് കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്ന് കൊടുക്കണേ. എന്ത് ആധാർ? ഇങ്ങനെ കുറെ ആധാർ പറഞ്ഞിട്ട് ഒരുപാട് ഫീസായി. സന്ധ്യ കുഞ്ഞ് LKG പഠിക്കുന്നത്. ഇപ്പൊ തന്നെ എത്ര ഫീസ് അടിച്ചെന്നറിയോ? ആ +2 വരെ ആകുമ്പോഴേക്കും ഈ വീട് തന്നെ വെക്കേണ്ടി വരുമോ? എടാ, ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയപ്പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മനസ്സാമാത്രം ട്രിപ്പ് പോലും പോകാൻ പറ്റുന്നില്ല. ഒരു ദിവസം പോലും ലീവ് കൊടുക്കില്ലല്ലോ. ഒരു ദിവസം ലീവ് എടുത്താൽ അപ്പം മാർക്ക് കെട്ടാവും അത്രേ. സന്ധ്യ ഫീസ് അടച്ചതൊക്കെ പോട്ടെ, നമുക്ക് മതി കുഞ്ഞിനെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റുക. മിണ്ടല്ലേ ഏട്ടാ, ഇപ്പോഴൊന്ന് കുഞ്ഞ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും അവന് സ്കൂൾ മാറ്റിയേ. നിങ്ങളുടെ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിലേ ഞാൻ ആരുടെ എന്തെങ്കിലും കടം വാങ്ങിച്ച് കൊടുത്തോളാം. നിങ്ങൾ അടുത്ത മാസം അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി. അടുത്ത മാസം ഞാൻ തന്നെ തിരിച്ചു കൊടുക്കണ്ടേ? പറടാ, ട്രിപ്പ് പോവാന്നോ? ഇങ്ങോട്ട് കാശ്മീരിലേക്കോ? എത്ര ദിവസത്തെ പരിപാടിയാടാ? 5 അതിന് ഇപ്പോൾ ലീവ് കിട്ടണ്ടേ? നമുക്കല്ലടാ, കുഞ്ഞുങ്ങൾക്ക് ലീവ് കിട്ടണ്ടേ? ഓ, നിൻ്റെ മോൻ ഗവൺമെൻറ് സ്കൂളിലാണല്ലേ പഠിക്കുന്നത്. ഭാഗ്യവാൻ. നമുക്കൊന്നും വിധിച്ചിട്ടില്ല മോനെ. നിങ്ങൾ പോയിട്ട് വാ. പ്രൈവറ്റിലേക്ക് മാറ്റാനോ? പൊന്നു മോനെ, സ്വർഗമാണ് സ്വർഗം അവിടെ. എനിക്ക് മാസം ഫീസ് അടിക്കണ്ടല്ലോ. അതുകൂടാതെ അതര പറഞ്ഞിട്ട് വേറെയും കുറേ ഉണ്ട്. എടാ, അവിടെ ഇഞ്ചക്ട് ചെയ്യാടെ കുഞ്ഞുങ്ങളുടെ ഹോംവർക്ക് പറഞ്ഞിട്ട് പാവങ്ങളെ റോബോട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എടാ, അവിടെ തന്നെ പഠിപ്പിക്ക്. ഇപ്പം ഒരു മനസ്സമാധാനമില്ലേ? എൻ്റെ കുഞ്ഞിനെ അവിടെ ചേർത്തിയത് മൂലേ എൻ്റെ കുടുംബത്തിൻ്റെ മനസ്സമാധാനം മുഴുവൻ പോയിരിക്കുക. ഫുൾ അവൻ്റെ ബാക്കിൽ തന്നെയാണ്. ശരി, നീയൊക്കെയാടാ ഭാഗ്യവാൻ. ഓ, എന്താടാ മോനെ, നിന്നിപ്പോൾ അമ്മ കണ്ടിട്ട് 3 വർഷം കഴിഞ്ഞില്ലേ? ആ കുഞ്ഞിൻ്റെ മുഖം എപ്പോഴെങ്കിലും ഒന്ന് വാട്സാപ്പിൽ കാണിച്ചു തരുന്നല്ലാണ്ട് ഞങ്ങൾക്ക് അവനൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലടാ. ഒന്ന് വാടാ, എന്തായാലും അവിടെ വെക്കേഷനല്ലേ മോനെ. എടാ, എന്താ മോനെന്താ പറഞ്ഞേ?
അവൻ ഇപ്രാവശ്യം ഇങ്ങോട്ട് വരുന്നില്ല അത്രേ. വെക്കേഷന് വേറെ ഏതോ രാജ്യത്ത് പോകണമെന്നാണ് പറഞ്ഞത്. പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പം അവിടെ പഠിക്കുകയും കഴിഞ്ഞ് ജോലിയും കിട്ടി, അവിടെ നിന്നൊരു പെണ്ണിനെയും കെട്ടി സെറ്റായി. ഇളയവളുടെ കാര്യമാണെങ്കിൽ പറയണ്ട, അവൾക്കാണെങ്കിൽ നാട്ടിലേ തിരിഞ്ഞ് നോക്കില്ല. അല്ല, ഈ മക്കൾക്കൊക്കെ എന്താ പറ്റിയത്? ഈ അച്ഛനമ്മൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ലല്ലോ. അത് നീ എന്തിനാ അവരെ കുറ്റം പറയുന്നത്? അവരങ്ങനെ ആക്കിയതേ നീയല്ലേ. ചെറുപ്പം മുതൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സമാധാനം കൊടുത്തിട്ടുണ്ടാ? പഠിപ്പ് 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 പറഞ്ഞ ആ വലിയ സ്കൂളിൽ കൊണ്ട് ചേർത്ത് മരപ്പാവകളാക്കിയിട്ടല്ലേ വളർത്തിയത്. ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചാൽ മതിയല്ലോ. അവർക്ക് ഈ അച്ഛനമ്മമാരോടൊന്നും സ്നേഹമില്ല. അതിന് നമ്മൾ അവൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടാ? സ്കൂൾ വിട്ട് വന്നത് നേരെ ട്യൂഷൻ അയക്കുകയല്ലേ. അയറ്റകൾക്ക് പഠിപ്പ് മാത്രമേ അറിയുള്ളൂ. നല്ല ജോലിയും കിട്ടിയിട്ട് ശമ്പളവും വാങ്ങിക്കാൻ അറിയാം, അത്ര തന്നെ. നമ്മളൊക്കെ എങ്ങനെയാണ് അച്ഛനോടും അമ്മയോടും കുടുംബക്കാരോടും ഒരു അയൽക്കാരൊക്കെ കാണുമ്പോൾ ബഹുമാനത്തോടെ സംസാരിച്ച് അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പോയി പണിയെടുത്ത് കൊടുത്ത് സഹായിച്ച്. അല്ല, ഇപ്പോഴത്തെ മക്കൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അങ്ങനെ വളർത്തുന്ന നിങ്ങളെ മാതാപിതാക്കളുടെ കുറ്റമാണ്. അല്ല, മക്കൾ അമേരിക്കയിലും കാനഡയിലും UK പോയി പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും വലിയ സ്കൂളിൽ പഠിപ്പിച്ച് മരപ്പാവകളാക്കി മാറ്റിയത്. പിന്നെ അവരങ്ങനെയല്ലേ ചെയ്യുള്ളൂ. എന്നിട്ട് ഇപ്പം മക്കൾ അടുത്തില്ല വേണ്ട സങ്കടം പറയുന്നു. നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കളുടെ അവസ്ഥ പിന്നെ ഇത് തന്നെയാണ്. മക്കൾ ഒരു സ്ഥലത്ത്, നിങ്ങൾ ഈ സ്ഥലത്ത്. ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്ത് വലിയ പ്രൈവറ്റ് സ്കൂളുകളുടെ AC റൂമുകളിലേക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തള്ളിവിടുമ്പോൾ സത്യത്തിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അവരുടെ നല്ല ഭാവിയോ അതോ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനുള്ള നമ്മുടെ ആഡംബരമോ? LKG മുതൽ തുടങ്ങുന്ന മത്സരപ്പാച്ചലാണ്. പുസ്തകക്കെട്ടുകളുടെ ഭാരത്തിൽ അവരുടെ ചിരിയും കളിയും കുസൃതികളും നമ്മൾ തല്ലിക്കെടുത്തി. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമനാകാൻ അവരെ നമ്മൾ നിർബന്ധിച്ചു. എങ്ങനെയെങ്കിലും കുറേ ഇംഗ്ലീഷ് വാക്കുകൾ മനഃപ്പാടമാക്കി വലിയൊരു ഡിഗ്രി വാങ്ങി വിദേശത്തേക്ക് പറക്കണം. ഇതല്ലേ ഇന്ന് ഭൂരിഭാഗവും മാതാപിതാക്കളുടെ സ്വപ്നം. കണ്ണൊന്ന് തുറന്ന് ചുറ്റും നോക്കൂ. മുറ്റത്ത് ഓടിക്കളിക്കാൻ ഒത്തിരി മണ്ണും ഒരുപാട് സൗകര്യങ്ങളും സ്നേഹമുള്ള അധ്യാപകരും സൗജന്യമായി കിട്ടുന്ന പുസ്തകവും ഭക്ഷണവും ഒക്കെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലുണ്ട്. അവിടെ പഠിച്ചാൽ കുട്ടികൾക്ക് മാർക്ക് മാത്രമല്ല കിട്ടുക, ജീവിതം എന്താണെന്ന് അവർ പഠിക്കും. കൂട്ടുകാരെയും കൂടെയുള്ളവരെയും സ്നേഹിക്കാൻ അവർ പഠിക്കും. പക്ഷെ നമ്മൾ മിഡിൽ ക്ലാസ് മാതാപിതാക്കൾ മത്സരിക്കുകയാണ്. ഉള്ളത് വിറ്റും പണയം വെച്ചും ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പ്രൈവറ്റ് സ്കൂളുകളിൽ വിടുമ്പോൾ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്നേ ഉള്ളൂ, പണം മാത്രമാണ് ജീവിതം. വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ മക്കൾ വിദേശത്തെത്തി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടാവും. പക്ഷെ വർഷങ്ങളായിട്ട് ആ ഒരു വീടിൻ്റെ പടി കയറാൻ അവർക്ക് സമയമില്ല. അച്ഛനും അമ്മയും സുഖമാണോ എന്ന് ചോദിക്കാൻ അവർക്ക് നേരമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെറുപ്പം മുതൽ നമ്മൾ അവരെ പഠിപ്പിച്ചത് പുസ്തകം നോക്കാനും പണം ഉണ്ടാക്കാനും മാത്രമാണ്. സ്നേഹിക്കാനോ കൂടെ നിൽക്കാനോ നമ്മൾ ഒരിക്കലും അവരെ പഠിപ്പിച്ചിട്ടില്ല. വലിയൊരു വീടിൻ്റെ ഉമ്മർത്ത് മക്കളുടെ ഒരു ഫോൺ കോളിനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഒരു വലിയ കുറ്റബോധം ഉണ്ടാകും. അപ്പോൾ മക്കളെ പഠിപ്പിക്കണം, തീർച്ചയായും വലിയ നിലയിലെത്തിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ അവരെ നല്ല മനുഷ്യനാക്കാനും സ്നേഹിക്കാൻ അറിയുന്നവരാക്കാനും കൂടി പഠിപ്പിക്കണം. അതൊരിക്കലും മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.